ലൈവിൽ നടന്ന ചെറിയൊരു ക്ലിപ്പ് വീഡിയോ നമുക്കിപ്പോൾ കാണാം. ഓക്കെ, വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സൈബർ ബുള്ളിങ് ഫേസ് ചെയ്തതിൻ്റെ അകത്ത് പോയ രേണുസുദ്ധിക്ക് അവിടുത്തെ വിഷയങ്ങളൊക്കെ ഭയങ്കര സില്ലിയാണ്. പക്ഷേ ഇന്നിപ്പോൾ രേണു റിയാക്ട് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് അത് രേണുവിനെ ടാർഗറ്റ് ചെയ്തുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ നമ്മുടെ ആദിൽ നോറയും അനുവുമൊക്കെ ചോദ്യം ചോദിച്ചതിന്റെ ഭാഗമാണ്. ആക്ച്വലി അതിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ടായിരിക്കും വോട്ടെവർ കണ്ടസ്റ്റൻസ് ഒക്കെ ഇതെല്ലാം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവരുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സോ ഇത്തവണ നമ്മുടെ റെന ഫാത്തിമ അനീഷിന്റെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ അനീഷിനെ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലോട്ട് പോകാം. ഇതില് റെന ഫാത്തിമ ആദ്യം നമ്മുടെ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഈ ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നത്, ഓവറായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ നിൽക്കുന്നത് എന്തിനാന്ന് പറയുമ്പോൾ നമ്മുടെ രേണു പറയുന്നുണ്ട്, എന്റെ കാര്യമാണ് എന്നോട് ചോദിക്കുന്നത്, അപ്പൊ ഞാനാണ് പറയേണ്ടത്, വേറൊരാളല്ല സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവിടെ സംസാരം വന്നു. അങ്ങനെ പതുക്കെ എന്തായി, നമ്മുടെ ഫിറോസിന്റെ വീട് എടുത്തു കൊടുത്തതിന്റെ ടോപ്പിക്കിലോട്ട് വന്നു കഴിയുമ്പം അനു ആദിൽ നോറയും കൂടി ഒരുമിച്ച് ചോദിച്ച കാര്യമാണ്, ഒരാൾ റെസ്പെക്ട്ഫുള്ളി ഒരു വീട് തരുമ്പോൾ അതിലെന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റെസ്പെക്ട് ആയിട്ട് തന്നെയല്ലേ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ രേണു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് വീടിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രാവശ്യം അവരെ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്, അവരതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. അതെ, അപ്പൊ നമ്മുടെ നോറ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സപ്പോസ് ഒരു മീഡിയ ടീം വന്നിട്ട് അങ്ങനെ ചോദിച്ചാൽ തന്നെ അതങ്ങനെ പറയാൻ പാടുണ്ടോ, അത് പേഴ്സണലി 1-to-1 പേഴ്സണായിട്ട് സംസാരിച്ച് തീർത്താൽ പോരെ, എന്തിനാണ് മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ എന്നും രേണു പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്, എന്റെ ശരികൾ കൂടെ ഞാൻ നടക്കുള്ളൂ, എന്റെ ശരിയാണ് എനിക്ക് വലുതെന്നുള്ളത്. അതങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അതങ്ങനെ പറഞ്ഞു. അപ്പൊ ആക്ച്വലി അവർ പറയുന്നത് മീഡിയക്കാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഓവറായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റിവിറ്റി വന്നത്, ഇത്രയും സൈബർ ബുള്ളിങ് വരാനുള്ള കാരണം അതാണ്. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയായിരുന്നില്ല. അപ്പൊ രേണു ഭയങ്കരമായിട്ട് ഫയർ ആവുന്നുണ്ട്. രേണു ലൈക്ക് അതെന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണ്, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കും, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, എന്റെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, അതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അപ്പൊ ഇവർ ഉപദേശിക്കുകയാണ്, ഇനിയും ഗോയിങ് ഫോർവേഡ് അങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കട്ട് ഷോട്ട് ചെയ്ത് സംസാരിക്കുക, അവരെന്ത് വേണേൽ ചോദിച്ചോട്ടെ, മീഡിയക്കാരുടെ ചോദ്യങ്ങൾ ആണ് ചേച്ചി ശ്രദ്ധിക്കുന്നത്, ചേച്ചി എന്താ പറയുന്നത് ചേച്ചി ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ അവർക്ക് കണ്ടന്റ് ഇട്ടാൻ വേണ്ടി അവർ ചോദിക്കും, അപ്പൊ ആൻസർ കട്ട് ഷോട്ട് ചെയ്ത് പറയണം എന്ന് പറഞ്ഞപ്പോഴും രേണു ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ആ ഒരു ലൈക്ക് ആളുടെ മറ്റ് കണ്ടന്റ് അവിടെ ഇഷ്യൂ വഴക്ക് നടക്കുന്നു തോന്നുന്നു. പനീഷായിട്ടുള്ള വിഷയം നടന്നപ്പോഴൊക്കെ രേണു നല്ല ചില്ലായിട്ടിരിക്കുക. പക്ഷെ രേണുവിന്റെ അടുത്തേക്ക് ഒരു പോയിന്റ് ആയിട്ട് ഒരു സംഭവം വന്നപ്പോൾ രേണു നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പൊ അതിനകത്ത് രേണു പറയുന്നത് ഇനിയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അപ്പുറത്ത് നിന്ന് ശാരികയും മറ്റേ ടീമും ഷാനവാസൊക്കെ പറയുന്നത്, അവർക്ക് അതാണ് ഇഷ്ടം, അതാണ് ഓക്കെ എന്നുണ്ടെങ്കിൽ അവരങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ ഈ ചിന്താഗതികളിലൂടെയാണ് ഓരോരുത്തരുടെ ശരികൾ വരുന്നത്. എന്റെ ശരി നിങ്ങൾക്ക് തെറ്റാവാം, നിങ്ങളുടെ ശരി എനിക്ക് തെറ്റാവും. ഓക്കെ, അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ശരികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അതിലെയും നോറയും ബീറ്റ് ചെയ്യിപ്പിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോറ ഇങ്ങനെ ചോദിച്ചത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അവരതങ്ങനെ ചോദിക്കും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേണു തിരിച്ചു കൊടുക്കുന്ന ഒരു ആൻസർ ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ നോറയുടെ അടി തെറ്റി. കാരണം രേണു ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, നിങ്ങളുടെ ശരികളിലൂടെ അല്ലേ പോകുന്നത്, അതാരും ചോദിക്കാൻ വരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വരുന്നല്ലോ, അപ്പൊ എന്റെ ശരികളിലൂടെ എന്റെ ഇഷ്ടത്തിൽ കൂടെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡ് ഒന്ന് ഇരുന്നു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ലൈക്ക് ഞാൻ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. അപ്പൊ വീടിന്റെ കാര്യവും മീഡിയയിലെ രേണുവിന്റെ അപ്രോച്ചിങ്ങിന്റെ കാര്യമൊക്കെ ഒരു കൂട്ടാക്രമണം എന്നുള്ള രീതിയിൽ രേണുവിന്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്ത് വന്നപ്പോൾ രേണുവിന് അത് ഒട്ടും പതറിയില്ല. ഇവിടെ പുറത്ത് ഇന്റർവ്യൂസിലും പുറത്തൊക്കെ സംസാരിക്കുന്ന അതേപോലെ തന്നെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എന്റെ ശരികളാണ് ഞാൻ സംസാരിക്കുന്നത്, ഇനിയും ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. എന്നോട് ഇങ്ങോട്ട് വന്ന് വീടിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ്. അപ്പൊ അതങ്ങനെ പറയരുതായിരുന്നു. മീഡിയയുടെ മുന്നിൽ കട്ട് ഷോട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് സംസാരിക്കണം എന്ന് ഒരു ഭാഗത്തു നിന്നും, എന്റെ ശരികൾ ഞാൻ പറയുന്നതിന് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പുറത്ത് രേണു. സോ ഇതിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, രേണുവിനെ പാർട്ടിക്കുലർലി ടാർഗറ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ അവിടെ ഫ്ലവർ മാറി ഫയർ ആവും.